കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലെ രണ്ടാം നിലയിൽ നിന്ന് രോഗിയുടെ കൂട്ടിരിപ്പുകാരന് തെരുവുനായയുടെ കടിയേറ്റ സംഭവത്തിൽ ജനങ്ങൾക്കിടയിൽ കടുത്ത ആശങ്ക. ആശുപത്രിയിലെ സുരക്ഷാ മേഖലകളിൽ ഉൾപ്പെടെ തെരുവുനായ വിലസുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. തുടർന്ന് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. റിപ്പോർട്ട് നൽകാൻ DMOയോടും നഗരസഭാ സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായ ഒരു സംഭവം അത് ആരെയും ആശങ്കപ്പെടുത്തും, കൗതുകപ്പെടുത്തും. കാരണം ജില്ലാ ആശുപത്രിക്കുള്ളിൽ തെരുവുനായയുടെ ദൃശ്യം, അത് മാത്രമല്ല തെരുവുനായ അന്ന് അവിടെ കൂട്ടിരിപ്പിനെത്തിയ, അവിടെ ചികിത്സയ്ക്കെത്തിയ ഒരു 22-കാരനെ കടിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ആശങ്കപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ അന്ന് കടിയേറ്റ 22-കാരൻ അബിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ ഉണ്ടായത്, എങ്ങനെയാ സംഭവം? അത് ഞാനൊന്ന് അങ്കിളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് വന്നതാണ്. അപ്പം അങ്കിളിൻ്റെ ബ്ലഡ് റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ലാബിൽ പോകുന്ന വഴിക്ക് ബാക്കിൽ ഇങ്ങനെ നായി വന്നുകൊണ്ടുണ്ടായി. ആദ്യത്തെ ദിവസം ഉണ്ടായിന്, പിന്നെ ആദ്യത്തെ ദിവസം ഇങ്ങനെ കാര്യമാക്കില്ല. രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ സൈഡിൽ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഈ നായി കടിക്കാൻ വേണ്ടി വന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ കൈ ഞാൻ വലിച്ചു. അപ്പോൾ ഇങ്ങനെ ചെറിയ സ്ക്രാച്ച് പോലെ ആയി കയ്യിൽ. അപ്പം നേരെ ലാബിൻ്റെ അങ്ങോട്ട് പോയിട്ടാകുമ്പം ലാബത്തെ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു കാണിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചെറിയ സ്ക്രാച്ച് ആയെങ്കിൽ എന്തായാലും കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് സോപ്പെല്ലോട്ട് കഴുകി. അവിടെ നായ്ക്കൾ വേറെയും കണ്ടോ ആ സമയത്തൊക്കെ? 2 ഉണ്ടായിന് ആ ടൈമിൽ. അപ്പോഴത്തേക്കും ലാബിൽ പോയി സോപ്പിട്ട് കഴുകി നേരെ OP എടുത്തു. കാണിക്കാൻ നിൽക്കുന്ന ടൈമിലാണ് അമ്മേനെ കൂട്ടിയിട്ട് ഞാൻ വന്നത് വീട്ടിൽ വന്നിട്ട്. നമ്മോടൊപ്പം അഭിനയ അമ്മ ഉണ്ട്. അന്ന് പോയതായിരുന്നു. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് ഈ പറഞ്ഞ പോലെ ഇവൻ്റെ അമ്മാവനെ, അതായത് എൻ്റെ ആങ്ങളെന്നെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായതാണ്. അപ്പോൾ അവന് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ് മോനെ. അവിടെ ചെന്നൊരു ബ്ലഡ് റിപ്പോർട്ട് മേടിക്കാനാണ് 8:30 മണിക്ക് പോയിട്ടുണ്ടായത് അങ്ങോട്ട് ലാബിലേക്ക്. അപ്പോൾ ലാബിലേക്ക് കയറുന്ന അവിടുന്ന് നായി വന്നപ്പോൾ ഇവൻ കൈ വീശി അങ്ങനെ കടിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്നെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ഇഞ്ചക്ഷൻ ആദ്യം ചെന്നിട്ട് സെക്യൂരിറ്റിയോടാണ് പറഞ്ഞത്. സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നായിയാണ് കടിച്ചത്, നിങ്ങളുടെ നായിയാണ് കടിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നായോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണോ ശ്രദ്ധിക്കേണ്ടത്? ആശുപത്രിയിൽ നമ്മളിപ്പോൾ രോഗം വന്നാലല്ലേ ആശുപത്രി പോകുന്നത്, നമ്മളല്ലല്ലോ ശ്രദ്ധിക്കേണ്ടത്. അവർ നമ്മളോട് പറഞ്ഞു നിങ്ങളല്ല ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് അവർ തന്നെയെല്ലാം ചെയ്തു തന്നത് കേട്ടോ. സെക്യൂരിറ്റിയാണ് പിന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ ഡോക്ടറെ വിളിച്ചതും ഇഞ്ചക്ഷൻ വെച്ചതൊക്കെ. അവിടെ പൊതുവെ അങ്ങനെ ആശങ്കപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടോ, തിരുനായുള്ള സാന്നിധ്യം ഒക്കെ? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ നമ്മൾ പോകുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. മറ്റേ OP ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ താഴെ കസേരയുണ്ട്, അതിൻ്റെ താഴെ എല്ലാം നായി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊരു ആവശ്യം എന്താ പൊതുവായിട്ടുള്ള പരാതി കൊടുത്തിരുന്നോ? എന്താ പരാതിയൊന്നും ഇവിടെയും കൊടുത്തൊന്നുമില്ല. പിന്നെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വലിയൊരു ആൺകുട്ടി, വലിയൊരു യുവാവ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവൻ ഓടാനൊക്കെ പറ്റും, ഒരു നായി പുറകെ വന്നാൽ. കുറച്ച് വയസ്സുള്ളവരായാലും കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. അവരെന്നെ ചെയ്യും, ഇതിപ്പോൾ ചെറുതായി ഇനി കടിച്ച് പറിച്ചു കഴിഞ്ഞാലേ അതിനൊരു ഇത് ഉള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കടിച്ച് പറിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ് ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. തീർച്ചയായും ഗൗരവമുള്ള കാര്യമാണ്. ആശുപത്രി അധികൃതരുടെ അടിയന്തര ശ്രദ്ധ വേണ്ടതുണ്ട്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ വേണ്ടതുണ്ട്. ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര ശ്രദ്ധയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കാഞ്ഞങ്ങാട് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.